ചരിത്രത്തിന്റെ മ്യൂസിയത്തിൽ ഫോസിലുകളായി ഞങ്ങൾ ഇരുന്നേ മതിയാകൂ എന്ന് ചില ആളുകൾ വാശി പിടിച്ചാൽ അവരോട് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ഗണിത പഠനം വിരസമാവുന്ന കുട്ടികൾക്ക് ഗണിതശാസ്ത്രത്തിലെ സമവാക്യങ്ങൾ പാട്ടിന്റെ രൂപത്തിൽ തയ്യാറാക്കി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനെ എനിക്ക് നേരിട്ടറിയാം. പാട്ട് പാടാനും കേൾക്കാനും താല്പര്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ സമവാക്യങ്ങളെല്ലാം പാട്ടിന്റെ രൂപത്തിൽ പഠിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് അവർക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞ ന്യായം. വ്യായാമം ചെയ്യാൻ മടിക്കുന്നവരെ നൃത്തം ചെയ്യാൻ മടിക്കില്ല. അപ്പോൾ വ്യായാമത്തെ നൃത്തരൂപത്തിലാക്കിയാലോ? അങ്ങനെ വ്യായാമത്തെ നൃത്തരൂപത്തിലാക്കിയതാണ് സൂംബ നൃത്തം. കൊളംബിയൻ നർത്തകനും നൃത്ത സംവിധായകനുമായ ബെറ്റോ പെരേസയാണ് ഈ നൃത്തരൂപത്തിന്റെ ഉപജ്ഞാതാവ്. പഠനത്തോടൊപ്പം കുട്ടികളുടെ ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഒട്ടും മുഷിപ്പില്ലാതെ കുട്ടികൾക്ക് വ്യായാമം ചെയ്യാൻ ഒരു സംവിധാനം എന്ന രീതിയിലാണ് നമ്മുടെ സ്കൂളുകളിൽ ഈ സൂംബ നൃത്തം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. അതോടെ പതിവ് തെറ്റിക്കാതെ ലീഗും ചില സാമുദായിക സംഘടനകളും ഇതിനെതിരായി മതത്തെ കൂട്ടുപിടിച്ച് രംഗത്തെത്തി. തൻ്റെ കയ്യിലുള്ള ഹരിത നേതാക്കളായ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് പുറത്തുവിട്ടാൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ പഴയ MSF നേതാവ് PK നവാസിന്റെ പീഡന ശ്രമത്തിന് നിരുപാധികം മാപ്പ് കൊടുത്ത ലീഗിന്റെ പാത്തുമ തഹ്ലിയയുടെ ഉള്ളിലെ സൂംബ വിരുദ്ധത അണപൊട്ടിയൊഴുകി. ഇത് നവാസിന്റെ കയ്യിലെ മറ്റേ ഫോട്ടോ പോലെയോ പീഡന ശ്രമം പോലെയോ നിസ്സാരമാണോ? അല്ലല്ലോ, ഹറാമല്ലേ. അതേസമയം സൂംബ എതിർപ്പുമായി ലീഗ് രംഗത്തെത്തിയതോടെ ലീഗിന്റെ കുട്ടികളുടെ ഒത്തിരി പോരിശയാക്കപ്പെട്ട ഡാൻസുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാറി നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ലീഗിന്റെ തെഹ്ലിയയെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സഖാവ് ജെയ്ക് സി തോമസ്. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന ഒരു നൃത്ത സംവിധാനമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരം, ആ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ചില ബോധപൂർവമായ നീക്കങ്ങളാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും അതിൽ ഞങ്ങൾ അപകടം കാണുകയാണ്. ഒന്ന്, അർദ്ധ നഗ്നാവസ്ഥയിലാണ് ആ ഡാൻസുകളൊക്കെ നടക്കുന്നത്. രണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ഈ ഇടകലർന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ആളുകളാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ മുഴുവൻ അർദ്ധനഗ്നരായി സൂംബ ചെയ്യണമെന്ന് സർക്കാരിന്റെ ഉത്തരവിലുണ്ടോ? അല്ല, സൂംബ എന്നതിനെ കുറിച്ച് കൊണ്ടിന്ന് ലോകത്ത് ഒരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. ഇപ്പൊ നമ്മൾ നെറ്റ് അടിച്ചാൽ നമുക്ക് സൂംബ എന്ന് അടിച്ചാൽ നമുക്ക് സർക്കാർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വേണമെന്ന്? ഏതെങ്കിലും സ്കൂളുകൾക്ക് അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? അല്ല, ഇത് വഴിതെറ്റാൻ സാധ്യതയുള്ള മേഖലയാണ്. നമ്മൾ മാസ് ഡ്രിൽ പഠിപ്പിക്കുന്നു, നമ്മൾ അവരെ മറ്റ് കായിക വിനോദങ്ങൾ പഠിപ്പിക്കുന്നു. എന്ത് വസ്ത്രമിട്ടാണ് അവർ ചെയ്യുന്നത്? സ്കൂൾ യൂണിഫോമിലാണോ? അല്ല. അതിന് പറ്റാത്ത എന്താണ് സൂംബയ്ക്ക് പറ്റാത്തത്? എനിക്കതാ മനസ്സിലാവാത്തത്. അല്ല, സൂംബയിൽ നമുക്കറിയാലോ, ഇപ്പം നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്കത് കാണാം, കൃത്യമായി ബോധ്യം. സൂംബ ഡാൻസ് എന്നാ പറയുന്നത്. ആയിക്കോട്ടെ സാർ, എന്റെ ചോദ്യം അതല്ല. ഈ നോക്കൂ, നമ്മളുടെ വസ്ത്രരീതി അല്ല യൂറോപ്പിലുള്ളത്, ആ വസ്ത്രരീതി ആകണമെന്നില്ല ആഫ്രിക്കയിലുള്ളത്. എന്ന് മാത്രമല്ല, കാലം കൊണ്ട് വികസിച്ചു വന്ന നമ്മളൊന്നും ഇങ്ങനെ ഈ വസ്ത്രത്തിലൊന്നല്ലോ ധരിച്ച് നടന്നത്. ഒരു 60-70 വർഷം പുറകോട്ട് പോയ കേരളത്തിൽ മേൽവസ്ത്രം എടുക്കാൻ ആളുകൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉടുത്തിരുന്നെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന നിയമം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആർജിച്ചതല്ലേ ഇന്നത്തെ ഈ കൾച്ചറും ഈ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നെറ്റിൽ കണ്ടതോ വീഡിയോയിൽ കണ്ടതോ വേണ്ട. ഇന്ന് ഈ സൂംബ ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ സർക്കാർ ഒന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ, നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ നെറ്റിൽ കാണുന്ന, വീഡിയോയിൽ കാണുന്ന, എവിടെയോ കാണുന്ന വസ്ത്രം പോലെയാണെന്ന് നമ്മൾ എന്താണ് മുൻവിധി എടുക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? സർക്കാർ ഏതെങ്കിലും സ്കൂളിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അർദ്ധനഗ്ന വസ്ത്രത്തിൽ വേണമെന്ന്? അല്ല, സർക്കാർ തിരിച്ചു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെന്ന്? ഇല്ല, അത് ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സൂംബ ഒരു തരത്തിലും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. അത് മതവിരുദ്ധമോ, അത് സദാചാര വിരുദ്ധമോ, അത് സാംസ്കാരിക വിരുദ്ധമാണോ എന്ന് നിലപാടെടുക്കുമ്പോൾ അതിനൊരു പോയിന്റ് വേണം. താങ്കളുടെ പോയിന്റ് അത്ര സ്ട്രോങ് അല്ല. മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള സംഘടനകളാണ് ഇപ്പൊ ഇതിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ആളുകളെ കൂടി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുമ്പോൾ, ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഉൾക്കൊള്ളിക്കാത്തത്? MSFന്റെ പ്രതികരണം SYSന്റെ സമാനമാണ്. MSF പറഞ്ഞത് കൃത്യമാണ്. അവര് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇതിൽ പഠനം നടത്തിയിട്ടുണ്ടോന്നോ? ഒരു പഠനവും ഇല്ലാതെ കുട്ടികളോട് നാളെ വന്ന് സൂംബ ഡാൻസ് ചെയ്യാൻ പറയുന്നതിൽ യാതൊരു യുക്തിയും ഇല്ലല്ലോ. ഇവിടെ പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ചത് എനിക്ക് തോന്നുന്നു MSFന്റെ അല്ലെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ സഹ പാനലിസ്റ്റ്, അതോടൊപ്പം മറ്റൊരു മതസംഘടനയുടെ പ്രതിനിധി, ഇവരാകെ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. ഒരാൾ ഉന്നയിച്ചതാകട്ടെ, ഇത്തരത്തിൽ വേണ്ടത്ര പഠനമില്ലാതെ, വേണ്ടത്ര കൂടിയാലോചനകൾ വിവിധ വിഭാഗം വരുന്ന മതസംഘടനകളും അതോടൊപ്പം മറ്റാളുകളും ഒക്കെയായിട്ട് ഒരു സർവകക്ഷി സ്വഭാവത്തിലുള്ള കൂടിയാലോചന ഇല്ലാതെ ഇത് നടപ്പിലാക്കിയത് ശരിയല്ല. ആ നിലയിലാണ് ലീഗ് രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന നമ്മുടെ പാനലിസ്റ്റിന്റെ പ്രതികരണം. എന്നാൽ ബഹുമാനിയനായ മറ്റൊരു സഹ പാനലിസ്റ്റ് ഒരു സാമുദായിക സംഘടനയുടെ പ്രതിനിധിയാവട്ടെ,
അദ്ദേഹത്തിന്റെ മറ്റു ചില കൺസേണുകൾ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ചോദ്യം ഓവർലാപ്പ് ചെയ്ത് കേട്ടപ്പോഴാണ് അദ്ദേഹം ഇത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ വികലമായ അനുകരണമാണ് എന്ന് തുടങ്ങുന്ന വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചതെന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മളെ എല്ലാവരെയും കാൾ വൈദഗ്ധ്യത്തോടുകൂടെ സൂംബ നൃത്തത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് സംവദിക്കാൻ കഴിയുന്ന സഹ പാനലിസ്റ്റ് ഇനി സംസാരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആൽബർട്ടോ ബെർട്ടോ പെരസ് എന്ന് പറയുന്ന വ്യക്തി 986 കൗതുകമുണർത്തുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം 986 അദ്ദേഹം ഒരു എക്സസൈസ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജിമ്മുകളിലൊക്കെ കാണുന്ന ആരോഗ്യ പരിപാലനത്തിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഗൈഡിനെ നമുക്ക് മലയാളത്തിന്റെ അനുഭവത്തിൽ ഓർമ്മിച്ചെടുക്കാം. അദ്ദേഹം മ്യൂസിക് റെക്കോർഡർ എടുത്തു കൊടുക്കാൻ മറക്കുന്നിടത്താണ് ഈ സൂംബ ഡാൻസിന്റെ പിറവി ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ വേണ്ടത്ര പഠനം നിർവഹിച്ചിട്ടുണ്ടോ? സൂംബ വഴി മെന്റൽ സ്ട്രെസ് മാത്രമാണ് കുറയ്ക്കാൻ കഴിയുക. എഐയോട് ചോദിച്ചാൽ മതി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ഗ്രോക്കിനോട് ചോദിച്ചാൽ മതി. അവർ പറയുന്നത് വേണ്ടത്ര പഠനമില്ല എന്ന് നമ്മുടെ സഹ പാനലിസ്റ്റുകൾ ആക്ഷേപിച്ച് കളഞ്ഞ ഇത് എന്ത് ഗുണമാണ് ഇതുകൊണ്ട് ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്ന് ചില ആളുകൾ സംശയം ഉന്നയിച്ച് ആക്ഷേപിച്ച് കളഞ്ഞ ഈ സൂംബ നൃത്തം എനിക്ക് തോന്നുന്നു നമ്മുടെ ലീഗ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി അല്പ പരിഹാസത്തോടു കൂടെ പറഞ്ഞു, ബഹുമാനിയനായ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ പേര് പോലും ഉച്ചരിക്കാനായില്ല, അദ്ദേഹം മറ്റെന്തോ ആണ് ഉച്ചരിച്ചത് എന്നുള്ളത്. ഇരിക്കട്ടെ, ഞാൻ അതിൽ നേരിട്ട് മറുപടി പറയുകയല്ല. പക്ഷേ ഇങ്ങനെ പലതരത്തിൽ ഇപ്പോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചില തൽപര കക്ഷികളുടെ മുമ്പിൽ കുറ്റക്കാരനായി മാറിയിട്ടുള്ള ഈ നൃത്തം ലോകമെമ്പാടും 186 രാജ്യങ്ങളിൽ 2 ലക്ഷം കേന്ദ്രങ്ങളിൽ 15 മില്യണിലടക്കം വരുന്ന വിവിധ മതജാതി സാമുദായിക വ്യത്യാസങ്ങളില്ലാതെ ലോകമെമ്പാടും 15 മില്യണിലധികം വരുന്ന മനുഷ്യന്മാരെ ഇതിനോടകം ആകർഷിച്ചു കഴിഞ്ഞ അവരുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഒരു നൃത്തരൂപമാണ് എന്ന് സൂംബയെ ക്രൂശിത്തറയ്ക്കാൻ ഇന്ന് ഒരുമ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ചില തൽപര കക്ഷികൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ഞാനൊരു സൂംബ ആരാധകനല്ല, ഞാനൊരു സൂംബ പിന്തുടർച്ചക്കാരനുമല്ല. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത് ഓർമ്മിപ്പിക്കേണ്ടതായി വന്നു? ചരിത്രത്തിന്റെ മ്യൂസിയത്തിൽ ഫോസിലുകളായി ഞങ്ങൾ ഇരുന്നേ മതിയാകൂ എന്ന് ചില ആളുകൾ വാശി പിടിച്ചാൽ അവരോട് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു സംഘടനയെ പേരെടുത്ത് ആക്ഷേപിക്കാനില്ല, ഞാൻ ഒരാളുടെയും വ്യക്തി താല്പര്യത്തെ ഇവിടെ പേരെടുത്ത് വിമർശിക്കാനുമില്ല. പക്ഷേ നമ്മൾ ഒത്തുചേരുന്ന ഈ 2025 ആണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം പുതുതായി നമ്മുടെ നാട്ടിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പൂക്കളങ്ങളെ കൊലക്കളങ്ങളാക്കാൻ ശ്രമിക്കുന്ന മനസ്സോടുകൂടെ കാര്യങ്ങളെ കാണരുത്. ഏതു നന്മയിലും തിന്മ കാണാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ മനസ്സ് നമ്മളിൽപ്പെട്ട മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. ഏതു മുറിവിലും ഏത് പരിഹാരത്തിലും വിഷം പുരട്ടിക്കാൻ ഞങ്ങൾ അടങ്ങൂ എന്നുള്ള ദുർവാശി നിലപാട് നല്ലതാണ് ശ്രീ ജയ്ക്ക്, അത് പ്രധാനവുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പ്രശ്നത്തിലെ സങ്കീർണത, നമ്മൾ ആരോടാണ് സംവദിക്കുന്നത് എന്ന പ്രശ്നത്തിലെ സങ്കീർണത യഥാർത്ഥത്തിൽ സർക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സർക്കാർ ഉത്തരവിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ആ സർക്കാർ ഉത്തരവിന്റെ കോപ്പിയിൽ ഈ സൂംബ നൃത്തം നിങ്ങൾ അവതരിപ്പിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും, അങ്ങനത്തെ ഒരു പ്രയോഗവുമില്ല. ഈ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെയും ക്യാമ്പയിന്റെയും ഭാഗമായിട്ടാണല്ലോ ഇത്തരത്തിലുള്ള ലഘുവ്യായാമ മുറകൾ അല്ലെങ്കിൽ സൂംബ നൃത്തം. അങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങയുടെ കൈവശം ആ സർക്കാർ ഉത്തരവ് ഉണ്ടാകുമല്ലോ. ആ സർക്കാർ ഉത്തരവിൽ സൂക്ഷ്മതയിൽ ഈ സൂംബ നൃത്തം മാത്രമേ പാടുള്ളൂ. ഇത് അനുവർത്തിക്കാത്ത വിധം ഇതിന് നേതൃത്വം നൽകുന്ന PTA, അധ്യാപക സംഘടനാ നേതാക്കന്മാർ, അധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ് ഇവരെയൊക്കെ ഞങ്ങൾ ശരിപ്പെടുത്തി കളയും എന്നൊരു ഫത്വയും ഞങ്ങൾ ഇറക്കിയിട്ടില്ല, സർക്കാർ ഇറക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ആ കോറമിട്ടുകൊണ്ട് തന്നെ സർക്കാർ ഉത്തരവിൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു, സൂംബ നൃത്തം ലഘു വ്യായാമ മുറകൾ അത് ഏതും സ്വീകാര്യമാണ്. ഇത് നിർബന്ധമായി നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന ഒരു സംഘപരിവാർ താലിബാൻ തിട്ടൂരം കേരളത്തിലെ ഗവൺമെന്റ് ഇതിനോടകം പുറപ്പെടുവിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ ഇതിനെതിരെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ശ്രീ ജയ്ക്ക്, അത് പൂർണ്ണമായും വസ്തുതാപരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നോക്കൂ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവുണ്ടല്ലോ, അതായത് ഇതിന്റെ ഈ 26 ഇന്നലെയാണ് ഇത് സംസ്ഥാന തലത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ സൂംബയും ലഘു വ്യായാമം ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഉത്തരവ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 3 ദിവസം 23, 24, 25 ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടതും കുട്ടികളെ ഇത് അഭ്യസിപ്പിക്കേണ്ടതും 26 സംസ്ഥാന തലത്തിൽ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ ഉൾപ്പെടുത്തി കായിക പരിശീലനം ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോ കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നാണ്. അല്ലാതെ ഇത് താല്പര്യമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചെന്നല്ല. അവിടെ അങ്ങയുടെ ഉത്തരവ് തന്നെ അങ്ങ് വായിച്ച അങ്ങയുടെ ഭാഗം ഇതിനകത്ത് ഇല്ലെന്നുള്ളതല്ല. ഞാൻ ആ ഉത്തരവ് പൂർണ്ണമായി വായിക്കാൻ അങ്ങ് എനിക്കൊരു 30 സെക്കൻഡ് നൽകിയാൽ ആ ഉത്തരവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സംശയം എനിക്കും അങ്ങേക്കും തമ്മിലുള്ള തർക്ക വിഷയം എന്ന നിലയിലല്ല, ഈ ചർച്ചയിൽ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് ഞാനിപ്പോഴും കരുതുന്ന സഹപാനലിസ്റ്റുകൾക്കും അതോടൊപ്പം ചർച്ച കാണുന്ന മനോരമ ന്യൂസിന്റെ ബഹുമാനിയരായ വിവിധ വിഭാഗം പ്രേക്ഷകർക്കും അത് ഗുണകരമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്രകാരം തന്നെ പറയുന്നു,
പ്രസ്തുത പരിശീലനം ലഭിച്ച കായിക അധ്യാപകർ, അങ്ങയുടെ വാചകം തന്നെ ഞാൻ തുടങ്ങി വെക്കുകയാണ്, അവരവരുടെ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഓരോ അധ്യാപകർക്കും പരിശീലനം നൽകേണ്ടതും ഒപ്പം ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർക്ക് കുട്ടികൾക്ക് സൂംബ കോമ കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത വാചകം? ഞാൻ വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. ലഘുവ്യായാമങ്ങൾ ഉൾക്കൊള്ളുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ. അപ്പൊ സൂംബ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വാദത്തിന് വേണ്ടിയുള്ള അങ്ങയുടെ ചോദ്യത്തെ ഞാൻ മുഖവിലക്കെടുക്കാം. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണജനകമായ വിഷലിപ്ത പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അപൂർവ ഇനം മനുഷ്യന്മാരുടെ വാദങ്ങളെ ഞാൻ മുഖവിലക്കെടുക്കാം. ഉറപ്പായിട്ടും കേരളത്തിലെ 1000-ഓളം വരുന്ന ഉപജില്ലകളിൽപ്പെട്ട 100 കണക്കിന് വരുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത് പരിശീലനം ചെയ്തിട്ടില്ലാത്ത സ്കൂളുകൾ ഉണ്ടാവുമല്ലോ, നിർബന്ധമായും ഉണ്ടാകും. ആ സ്കൂളുകൾക്കെതിരെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? സർക്കാർ ഉത്തരവ് ലംഘിച്ച, സൂംബ കർശനമാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഫത്വ, ആ ഫത്വ ലംഘിച്ച ഈ കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്കെതിരെ, മാനേജ്മെന്റിനെതിരെ, PTA-ക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? അത് അങ്ങേയറ്റം തെറ്റായ വായനയാണ്. ലഹരിക്കെതിരെ കായികാധ്വാനവും കായികക്ഷമതയും ഉറപ്പുവരുത്തുന്ന വർത്തമാനകാല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗമുള്ള ഒരു സംസ്ഥാനത്ത് വിവിധ വിഭാഗം വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ, ഞാനിപ്പോ സൂംബയുടെ മാത്രം ഗുണങ്ങൾ പറഞ്ഞാൽ ഞാനൊരു സൂംബ വ്യക്താവായി മാറും. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബഹുമാന്യായ സഹപാനലിസ്റ്റ്, ലോകമെമ്പാടും ഇത്തരത്തിൽ 2 ലക്ഷം കേന്ദ്രങ്ങളും 186 ലോകരാജ്യങ്ങളും 15 മില്യൺ മനുഷ്യരുടെയും ജീവിതത്തെ പരിപോഷിക്കുകയും മുമ്പോട്ടേക്ക് നയിക്കുകയും ചെയ്യുന്ന, ലോകത്തെ ശാസ്ത്രചിന്തയൊക്കെ അംഗീകരിക്കുന്ന കോടാനുകോടി വരുന്ന മനുഷ്യന്മാർ നല്ല മാറ്റമായി സ്വീകരിച്ച ഇത്തരം ഒരു കാര്യം, അതിനെ ലഘുവ്യായാമത്തോടും കായികാധ്വാനത്തോടും ഒപ്പം ഒരിനമായി കേരളത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടുത്തുമ്പോൾ ഇതിനെയും എതിർക്കാൻ പോകുന്ന തൽപര ബുദ്ധിയുള്ള ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ദീർഘനിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ ക്രാന്തദർശിത്വത്തോടുകൂടെ പ്രവാചക സ്വഭാവത്തോടുകൂടെ ചിന്തിക്കാൻ ചിലപ്പോ നമ്മുടെ മന്ത്രിമാർക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ പരാമർശിച്ചതുപോലെ എന്താണ് അല്പവസ്ത്രധാരികളായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് അല്ല ഇത്. നമുക്ക് പിന്നെ വസ്ത്രം എന്ത് ധരിക്കാമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ സാർ ഇവിടെ പറഞ്ഞതുപോലെ വിദേശങ്ങളിലുള്ള വീഡിയോസ് കണ്ടപ്പം അവരുടെ ഒരു സ്റ്റൈലിലായിരിക്കും അവർ കളിച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇവിടെ ഒരു ജിമ്മിലോ ഒരു സുംബ സെഷനിലോ അങ്ങനെയല്ല സുംബ ചെയ്യുന്നത് നമ്മൾ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന എന്ത് വസ്ത്രമാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് വസ്ത്രമിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്, അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ സ്കൂളുകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കായിക കാര്യങ്ങളിൽ, കായിക വിനോദങ്ങളിൽ അല്ലെങ്കിൽ ഒരു PT പീരീഡിലൊന്നും വളരെ മടിയായിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ സുംബ എന്ന് പറയുമ്പോൾ മ്യൂസിക്കും കൂടെ അതിന്റെ ഒരു ബേസ് ഉള്ളതാണ്. അപ്പൊ അത് പറ്റുന്ന പോലെ ചെയ്യാലോ. അപ്പൊ ആ മ്യൂസിക് എൻജോയ് ചെയ്തുകൊണ്ട് ആ ഒരു കുറച്ച് സമയം ഈ മടിയന്മാരായിട്ടുള്ള കുട്ടികൾക്കും വർക്കൗട്ട് ചെയ്യാം. അതോടുകൂടി കാലറീസ് ബേൺ ആവുകയാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഉന്മേഷം കിട്ടുകയാണ് ചെയ്യുന്നത്. സൂംബ എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിനെ കൊണ്ടുവന്ന് അതൊരു ചർച്ചയാക്കണം എന്ന് സർക്കാരിന് പിന്നെ അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുകയാണ്. മതസംഘടനകൾ ഇത്തരത്തിലുള്ള ഒരു കൺസേൺ രേഖപ്പെടുത്തുന്നത് അവരുടെ ചിന്തയിൽ, അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരുമിച്ച് പോകില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിൽ മ്യൂസിക് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മതത്തിലുണ്ട്. പിന്നെ അതിൽ മ്യൂസിക് പാടില്ല, ശരിക്ക് ഇടകലർന്നുള്ള ഇടപെടലുകൾ പാടില്ല എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള പരിസരത്തിൽ തങ്ങളുടെ മക്കൾ ജീവിക്കണമെന്നും പഠിക്കണമെന്നും വളരണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടിയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടത്. അതല്ലല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ 4 ദിവസം കൊണ്ട് ലഹരിയെ തുരത്താൻ ഈ സൂംബ ട്രെയിനിങ് പ്രോഗ്രാമിനെ കൊണ്ട് സാധിക്കുമെന്ന് സർക്കാർ പറയുന്നത് ഒരു പരിഹാസപരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സംശയം അങ്ങനെയാണ് നിങ്ങൾ ഈ PT ഓപ്ഷനിലാക്കണം എന്നൊരു അഭിപ്രായം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പാരന്റ്സിനൊക്കെ നാളെ വരുമോ? എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പം PT എന്നൊക്കെ പറയുമ്പം ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള പിന്നെ ഫിറ്റ്നസും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരു കാര്യമൊന്നും ഇതുവരെ ആരും ഉയർത്തിപ്പിടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കൺസേൺ ആരും രേഖപ്പെടുത്തിയതായിട്ട് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഇടകലരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നമ്മൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തെ ഫുഡാണ് നമ്മൾ ഇന്നിവിടെ കിട്ടാത്തത്? അപ്പൊ അതുകൊണ്ട് ഇതൊരു കൊറോണ വൈറസ് വന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു അതിന്റെ സ്വഭാവം എന്താണെന്ന്. ഇപ്പൊ ഈ സൂംബയെ കാണുമ്പോൾ ഏതാണ്ട് ആ മാതിരി വ്യാഖ്യാനമാണ് നമ്മൾ നടത്തുന്നത്.
പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് വരുന്നുണ്ട്. അതായിരിക്കാം മ്യൂസിക് ഇല്ലാതെ സൂംബ ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂംബയെ കുറിച്ച് ഞാൻ വായിച്ചതും മനസ്സിലാക്കുന്നതും ആ രൂപത്തിൽ. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അപ്പൊ ആ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് ഉള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഇതല്ലാതെ വേറെ ഓപ്ഷനുകൾ ഉണ്ടല്ലോ. നമ്മൾ വാദിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ നിൽക്കുന്നില്ല. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ ഷിയർ പൊളിറ്റിക്കലായി മാറും. അപ്പൊ ഞാൻ ഇത്തരം ഒരു വിപുലമായ സാധ്യതയുള്ളൊരു സംവാദത്തെ, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അത്തരം ഒരു തർക്കത്തിലേക്കോ ഒരു സംവാദത്തിലേക്കോ ഒരു ചുരുക്കിക്കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചില വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ സമയമെടുക്കുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, ഇപ്പൊ മുമ്പൊരിക്കൽ എനിക്ക് തോന്നുന്നു OV വിജയനോ മറ്റോ എഴുതുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒക്കെ നടക്കുന്ന ഒരു വിവാദ വ്യവസായത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്. മുമ്പൊരിക്കൽ കണ്ണൂർ ജില്ലയിലും വടക്കേ മലബാറിലുമൊക്കെ ബീഡി തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് കേരളത്തിലെ ദിനേശ് ബീഡി. അപ്പൊ സഹകരണ സംഘങ്ങൾ മുഖാന്തരം തൊഴിലാളികൾ ദിനേശ് ബീഡി ഉണ്ടാക്കിയത് AKG സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയെ സഹായിക്കാനാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങേയറ്റം കൗതുകകരവും പരിഹാസ്യവുമായ ഒരു കാര്യം അദ്ദേഹം കേരളത്തിൽ നടക്കുന്ന വിവാദ വ്യവസായത്തെക്കുറിച്ച്, അതായത് ഏതു നല്ല മാറ്റത്തെ സംബന്ധിച്ചും ഏത് ഗംഭീരമായ മനുഷ്യ മുന്നേറ്റത്തെ സംബന്ധിച്ചും അതിനെ വിവാദത്തിലാക്കി അതിന്റെ അന്തസ്സ് കെടുത്താൻ, അതിന്റെ നിറമില്ലാതാക്കാൻ ഇത്തരത്തിലുള്ള കുയുക്തികളുള്ള ആളുകൾ കേരളത്തിൽ 2025 മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് നമ്മുടെ നാടാകെ. വ്യത്യസ്ത രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകൾ, വിവിധ വിഭാഗത്തിൽ വരുന്ന കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ, വിവിധ വിഭാഗം വരുന്ന മനുഷ്യർ ഒരൊറ്റക്കെട്ട ഈ വലിയ വിപത്തിനെതിരെ, പ്രത്യേകിച്ച് നമ്മുടെ യുവത്വത്തെയും കൗമാരത്തെയും വിദ്യാർത്ഥിത്വത്തെയും കേന്ദ്രീകരിച്ച് സജീവമായ ഒരു സമരധാര തുറന്നിരിക്കുകയാണ്. തർക്കവേദമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിവിധ ഇനം ക്യാമ്പയിനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. സർക്കാർ നടത്തുന്ന ക്യാമ്പയിനുകളുണ്ട്, സംഘടനകളും സ്കൂൾ മാനേജ്മെന്റുകളും PTA-കളും ക്ലബ്ബുകളും സാമുദായിക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, അങ്ങനെ കേരളത്തിന്റെ ഒരു പൊതു പരിച്ഛേദമാകെ വിവിധ ഇനം പരിപാടികൾ നടത്തുന്നുണ്ട്. മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെ കഴിഞ്ഞ ദിവസം സഞ്ചരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം കൗതുകമുണർത്തുന്ന ആയിരക്കണക്കിന് ബോർഡുകൾ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളുടെ മുമ്പാകെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ പല സ്കൂളുകളും ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നു, ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നു, ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കായിക വിനോദങ്ങൾ നടത്തുന്നു. അപ്പൊ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, എന്റെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബന്ധുത്വത്തിൽപ്പെടുന്ന ആളുകൾ, ഞങ്ങൾ ഫുട്ബോളിനെതിരാണ്. അപ്പോ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫുട്ബോൾ നടത്തുന്നു. ഇത് ഞങ്ങളുടെ വിയോജിപ്പിന് അപ്പുറമാണ്, ഇത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള കടന്നുകയറ്റമാണ്, വേണമെങ്കിൽ വാദിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കായിക വിനോദം നടത്തുന്നു, മറ്റേതെങ്കിലും തരത്തിലുള്ള നൃത്യങ്ങൾ നടത്തുന്നു, മറ്റേതെങ്കിലും തരത്തിലുള്ള ഗാനമേളയോ പാട്ടോ, ഇപ്പൊ വേടന്റെ റാപ്പ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ കേരളത്തിൽ, ഇത് നടത്തുന്നു. ഞങ്ങളിതിനെ അംഗീകരിക്കുന്നില്ല. ഇത് എന്റെ വിശ്വാസത്തിനെതിരാണ്, ഇത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ്. വേണമെങ്കിൽ വാദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വാദിക്കാം. ഇത് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാരെ കൂട്ടി നിർത്തി അവരുടെ അഭിപ്രായ രൂപീകരണം നടത്താൻ മാത്രം ഒരു വിയോജിപ്പുകളുടെയും യോജിപ്പുകളുടെയും വലിയ തലം ഉയർന്നു വരുന്ന ഒരു പ്രക്രിയയാണോ സൂംബ എന്ന് പറയുന്ന നൃത്തപ്രയോഗം? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.